إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور ويهديهم إلى صراط مستقيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാനവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിക്കൊണ്ട് അല്ലാഹു അവന് നൽകിയ അമൂല്യമായ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ അവന് നൽകി എന്നത്. ലോകത്ത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്ന ഒരു സമൂഹത്തിന് യഥാർത്ഥമായ വഴികളിലേക്ക് മാർഗദർശനം നൽകിയ പരിപാവനമായ ആ ഗ്രന്ഥം, യാതൊരു രൂപത്തിലുള്ള കൈകടത്തലുകൾക്കും വിധേയമാക്കാൻ സാധ്യമാകാതെ ഇന്നും നിലനിൽക്കുന്ന മഹനീയമായ ആ ഗ്രന്ഥം അത് ഈ ഭൂമുഖത്തേക്ക് അവതരിപ്പിക്കുന്നതിനിടയിൽ ഒരു നിലക്കുമുള്ള അപാകതകൾ അതിൽ സംഭവിച്ചിട്ടില്ല എന്ന് അല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിലും അതിലേക്ക് കടന്നു വന്നിട്ടില്ല. എല്ലാം അറിയാവുന്നവനും സർവരുടെയും സ്തുതിക്ക് അർഹനുമായ അല്ലാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ആ മഹനീയമായ ഗ്രന്ഥം ലോകത്ത് മറ്റു ഗ്രന്ഥങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള എല്ലാവിധത്തിലുള്ള കൈകടത്തലുകളിൽ നിന്നും മുക്തമായ നിലക്ക് അല്ലാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മഹനീയമായ ഗ്രന്ഥം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായും ഈ ഉത്ബോധനത്തെ നാമാണ് ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ കാത്ത് സംരക്ഷിക്കുക തന്നെ ചെയ്യുന്നവരുമാണ് എന്ന് അല്ലാഹു ഉണർത്തിയിട്ടുള്ള മഹനീയമായ ആ ഗ്രന്ഥം നാം ഈ കാലഘട്ടത്തിൽ നാം അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ, വീടുകളിൽ, അതുപോലെ തന്നെ പള്ളികളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോപ്പികൾ
സുരക്ഷിതമായി ഇരിക്കുന്ന മഹനീയമായ ആ ഗ്രന്ഥത്തോട് വിശ്വാസികളെ നാം കൂറ് പുലർത്തുന്നുണ്ടോ? നാം അതിനോടുള്ള കടമ നിർവഹിക്കുന്നവരാണോ എന്നതാണ് ഒരൽപ്പനേരം നമുക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ളത്. ഈ പരിപാവനമായ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ ഒന്നാമത്തെ കടമ അതിൽ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ആദരവോടുകൂടി വിനയത്തോടുകൂടി അംഗീകരിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഉണർത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുവീൻ, വറസൂലിഹി അവന്റെ റസൂലിലും വിശ്വസിക്കുവീൻ, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി അല്ലാഹു അവന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവീൻ. വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ ഒന്നാമത്തെ കടമ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് മുഴുവനും സത്യസന്ധമാണെന്ന് അംഗീകരിക്കലാണ്. അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പരാമർശത്തോട് അത് കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നോ, അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംഭവങ്ങളെ എന്റെ യുക്തിക്കോ ബുദ്ധിക്കോ യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടോ തള്ളിക്കളയുവാൻ ഒരാൾക്കും പാടില്ലാത്തതാണ്. ഇന്ന് പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മുൻഗാമികളായ അഥവാ മുൻകഴിഞ്ഞുപോയിട്ടുള്ള സമുദായങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആപത്തുകളും അപകടങ്ങളും ഈ ഗ്രന്ഥത്തിന്റെയും പേരിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ട അഹ്ലി കിതാബുകാർ, തൗറാത്തും ഇഞ്ചീലും നൽകപ്പെട്ട യഹൂദികളും നസറാനികളും വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് താൽപര്യമുള്ളത് സ്വീകരിക്കുകയും അവർക്ക് താൽപര്യമില്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന 100% വിശുദ്ധ ഗ്രന്ഥത്തോട് കൂറ് പുലർത്തുന്നതിൽ വിമുഖത കാണിച്ച ഒരു സമുദായമായി മാറിയതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന്റെ ഗളബും ലഅനത്തും കിട്ടാൻ കാരണമായത്. വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദിൻ, നിങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് വിശ്വസിക്കുന്നുവോ, വതക്ഫുറൂന ബിബഅദിൻ, ചിലത് നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നുവോ, അത് ചെയ്യുന്നവർക്ക് കഠോരമായ നിന്ദ്യതയും ശിക്ഷയുമാണ് രണ്ട് ലോകത്തും വരാനിരിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപകടം മുസ്ലിം സമുദായത്തിലെ വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾക്കൊരിക്കലും സംഭവിച്ചുകൂടാത്തതാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് മുഴുവനും ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഒരുപക്ഷേ യുക്തി എനിക്ക് മനസ്സിലാകുന്നതുണ്ടാകും, എന്റെ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പരാമർശങ്ങളും അതിലുണ്ടാകും. എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നത് ഞാൻ അംഗീകരിക്കൂ. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്നാണ്. അതുകൊണ്ട് ബുദ്ധിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് ബുദ്ധിയെ നിരാകരിക്കുന്ന ഏത് പരാമർശങ്ങൾ എവിടെ കണ്ടാലും അഖ്ലിനാണ് ഏറ്റവും മുൻഗണന നൽകേണ്ടത് എന്ന തത്വത്തിലേക്ക് പല ആളുകളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ഏതിനെയും ഉൾക്കൊള്ളാൻ സാധ്യമാകണം. അത് ഉൾക്കൊള്ളാൻ സാധ്യമാകാത്ത ആളുകളാണ് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരിൽ പലരുടെയും മുഅ്ജിസാത്തുകളെ, അമാനുഷിക സംഭവങ്ങളെ ഖുർആനിലൂടെ അവർ വായിച്ചു നോക്കുമ്പോൾ അവർക്കത് തീരെ ഉൾക്കൊള്ളാൻ കഴിയാതെ ആയപ്പോൾ ആയത്ത് വെട്ടിമാറ്റാനും നിവൃത്തിയില്ല, ആയത്തെ എടുത്തൊഴിവാക്കാനും നിവൃത്തിയില്ല. എങ്കിൽ പിന്നെ ഒരു മാർഗമേയുള്ളൂ, ആയത്തിൽ പരാമർശിച്ചതിന്റെ ഉദ്ദേശം ഇപ്രകാരമാണെന്ന് പറഞ്ഞ് ആയത്തിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ ബുദ്ധിക്കനുകൂലമായി ആയത്തുകളെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുക. ഈ ഒരു പ്രവൃത്തിയാണ് മതയുക്തിവാദക്കാർ ലോകത്ത് ചെയ്തത്. ഇത് മനുഷ്യൻ കുഫറിലേക്ക് കാഫിറായി പോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എന്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്ന് വിശദീകരിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ആദ്യമായി കേട്ട തലമുറയായ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരെങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കിയോ, അവരെങ്ങനെ അഖീദ മനസ്സിലാക്കിയോ, അവരെങ്ങനെ ഓരോന്നും ഗ്രഹിച്ചുവോ, ആ രൂപത്തിൽ തന്നെ ഗ്രഹിച്ചുകൊണ്ട് കൃത്യമായി മുഴുവനും വിശ്വസിച്ച്
ഒന്നിനോടും പുച്ഛമില്ലാതെ പരിഹാസമില്ലാതെ ഏതെങ്കിലും ഒരു നിയമത്തോട് ഞാൻ വിയോജിക്കുന്നു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ 100% അംഗീകരിക്കുന്നവന് മാത്രമേ ഇസ്ലാമിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അവന്റെ റസൂലിൽ വിശ്വസിക്കണം, ആ റസൂലിന് ആ നാഥൻ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കണം. ഇത് നമ്മുടെ ഒന്നാമത്തെ കടമയാണ്. രണ്ടാമതായി, ആ ഗ്രന്ഥത്തെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും. ആ ഗ്രന്ഥത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാടിൽപ്പെട്ടതാണ് അതിനോടുള്ള ആദരവ് എന്ന് പറയുമ്പോൾ സ്വന്തം പാരായണം ചെയ്യുകയല്ലെങ്കിൽ പോലും മറ്റൊരിടത്ത് നിന്ന് ആ ഗ്രന്ഥത്തിന്റെ പാരായണം ഏതെങ്കിലും വിധേന കേൾക്കുന്നുവെങ്കിൽ ആ കേൾവിക്ക് വേണ്ടി കാതു കൊടുക്കണം, മനസ്സ് കൊടുക്കണം, മിണ്ടാതിരിക്കണം, നാവടക്കണം എന്നവരെ ഗൗരവത്തോടെ അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. വഇദാ ഖുരിഅൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ ഫസ്തമിഊ ലഹു, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, ഖുർആനോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, മിണ്ടാതിരിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെടും. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മിൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ കാരണമാകുന്ന സംഗതിയാണ്. നീ സ്വന്തം പാരായണം ചെയ്യുന്ന ഘട്ടത്തിലല്ല, മറ്റൊരാളത് പാരായണം ചെയ്യുകയാണ്. അതല്ലെങ്കിൽ നീ അത് കേൾക്കുകയാണ്. അത് കേൾക്കുന്ന വേളയിൽ മറ്റു സംസാരങ്ങൾ നിഷിദ്ധമാണ്, പാടില്ല. മറ്റു സംസാരങ്ങൾ പറയാൻ പാടില്ല, മിണ്ടാതിരുന്നോളണം. ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ചിന്ത പോലും അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യലാ നല്ലത്. വാഹനങ്ങളിലൂടെ, വീടുകളിലൂടെ, പല സ്ഥലങ്ങളിലൂടെ വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ശബ്ദവീചികൾ, ആ സുന്ദരമായ വചനങ്ങൾ, അനർഘമായ അമൂല്യമായ ആശയങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ നമ്മുടെ കാതുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാത്ത മട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഓഫാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഓഫാക്കണം. വർത്തമാനം പറയുകയാണെങ്കിൽ ചിലര് സൗണ്ട് കുറച്ചു വെച്ചിട്ട് വേറെ വർത്തമാനം പറയും. പരിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന അവഗണനയാണത് പ്രിയമുള്ളവരെ. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. വേറെ വർത്തമാനം പറയണോ അത് ഓഫാക്കി സംസാരിക്കണം. അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നവന്റെ അടുത്ത് നിന്നത് കേൾക്കാത്ത ദൂരത്തേക്ക് മാറിപ്പോയി സംസാരിക്കണം. അതിനിടങ്കോലിടാൻ പാടില്ല. ആ നിലക്ക് അത്രത്തോളം വിശുദ്ധമായ ഗ്രന്ഥത്തോടുള്ള തഅ്ളീമ്, അതിനോടുള്ള ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖുർആൻ അവിടെ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാവും, സിഡിയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ ഒക്കെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ടാകും. നമ്മൾ വേറെ വർത്തമാനത്തിലും മറ്റ് ചർച്ചകളിലുമൊക്കെയായി മുഴുകുന്നുമുണ്ടാകും. ഇത് പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ ഓത്ത് കേൾക്കുന്നുണ്ടോ, കണ്ണും കാതും ഖൽബും അതിലേക്ക് കൊടുക്കണം. നാവടക്കിയിരുന്ന് കേട്ടുകൊള്ളണം, ശ്രദ്ധിച്ച് മിണ്ടാതിരുന്നോളണം. അൻസിത്തൂന്നവർ, നിങ്ങൾ മൗനം പാലിക്കണം, മിണ്ടാതിരിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയപ്പെടാൻ. അതേ അവസരത്തിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കവയ്യാതെ അവിടെ പോയി കലവില കൂട്ടി ശബ്ദമുണ്ടാക്കിയിരുന്ന മുശ്രിക്കുകൾ എന്ന്, കാഫിറുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവരെ അവരുടെ അനുയായികളോടും പറഞ്ഞിരുന്നു. ഖാലല്ലദീന കഫറു, അവിശ്വാസികൾ പറഞ്ഞു, അവരുടെ അനുയായികളോട് പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. കാരണം കേട്ടാൽ പോലും അതിനൊരു വല്ലാത്ത വശ്യതയുണ്ട്, വല്ലാത്തൊരു ആകർഷണീയത അതിനുണ്ട്, വല്ലാതെ അത് ഹൃദയത്തെ മതിക്കും, ആകർഷിക്കുമെന്ന് കാഫിറുകൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാഫിറുകൾക്ക് വരെ അറിയാമായിരുന്നു ഈ ഖുർആൻ കേൾക്കേണ്ട രൂപത്തിൽ കേട്ടാൽ അത് വല്ലാത്തൊരു ആകർഷണം അതിനുണ്ട്, അത് പിടിച്ചു വലിക്കും മനുഷ്യ ഖൽബിനെ. അതുകൊണ്ട് അവരാദ്യേ മുൻകൂട്ടി കാലേ കൂട്ടി അവർ അനുയായികളോട് പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ കേൾക്കരുത്. ഇനി വല്ലരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് തോന്നിയാൽ അവന്റെ കേൾവിക്ക് തടസ്സമുണ്ടാക്കുന്ന നിലക്ക് വൽഗൗ ഫീഹി, അവിടെ പോയി വല്ല ലഹവും അനാവശ്യവും ഉണ്ടാക്കണം.
ശബ്ദമുണ്ടാക്കണം, കുഴപ്പമുണ്ടാക്കണം. എന്തിനാ? അത് കേൾക്കുന്നവന് ശ്രദ്ധിച്ച് കേൾക്കുന്നവനെയും കേൾക്കാൻ സമ്മതിക്കരുത്, സ്വന്തവും കേൾക്കരുത്. മറ്റൊരാൾ കേൾക്കാൻ ഇടവരുന്നിടത്ത് അയാളുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേറെ വല്ല പണികളും ചെയ്തുകൊണ്ട് ഇത് കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എന്നാ നിങ്ങൾക്ക് വിജയിക്കാം, അല്ലെങ്കിൽ പരാജയമാണെന്ന് കാഫിറിന് വരെ അറിയാം. ഇതൊന്നും മുസ്ലിമീങ്ങൾ വരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പരിപാവനമായ ഗ്രന്ഥം കേൾക്കൽ ഇബാദത്ത്, ശ്രദ്ധിച്ച് കേൾക്കൽ ഇബാദത്ത്, നാവടക്കിയിരിക്കുന്നതിനോട് ബഹുമാനിക്കൽ ഇബാദത്ത്. അതോടൊപ്പം പ്രിയമുള്ളവരെ, നമുക്കതിനോടുള്ള ഏറ്റവും വലിയ കടമ അതിന്റെ തഅല്ലുമും തഅലീമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം. ശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ നമുക്കുള്ള ആദരവ്, നമുക്കുള്ള ഏറ്റവും വലിയ കടമ അതിന്റെ അക്ഷരങ്ങൾ തെറ്റുകൂടാതെ ഒരക്ഷരത്തിന് 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട ഒരേ ഒരു ഗ്രന്ഥം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം ആരെങ്കിലും പാരായണം ചെയ്യുന്നുവെങ്കിൽ അതവന് 10 ഗുണമാണ് അല്ലാഹു രേഖപ്പെടുത്തുന്നത്. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നൊരാൾ പാരായണം ചെയ്താൽ അത് ഒരക്ഷരമായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. അലിഫ് ലാം മീം എന്ന് പറയുമ്പോഴേക്ക് 30 പുണ്യം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു എന്ന നിലയ്ക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, പാരായണം, ആ പാരായണത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ അർത്ഥം പഠിക്കൽ, ആശയം പഠിക്കൽ, അതിന്റെ ഉദ്ദേശം ഗ്രഹിക്കൽ. അതെന്തിനാ? കാരണം ഈ ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചു തന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അനുഗ്രഹീതമായ മുബാറക്കായ കിതാബാണിത്, ഗ്രന്ഥമാണിത്. ലിയദബ്ബറൂ ആയാതിഹി, അതിലെ ആയത്തുകളെ, അതിന്റെ സൂക്തങ്ങളെ അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്, നല്ലോണം ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ആയത്ത്. ബുദ്ധിമാന്മാര് നന്നായി ചിന്തിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം, ആലോചിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്ത വരണമെങ്കിൽ അതിലെന്താണ് പറഞ്ഞതെന്നറിയണം. അല്ലാത്തവർക്ക് ചിന്തിക്കാനാവില്ല. അല്ലാത്തവർക്ക് ഏത് കേട്ടാലും ഒരുപോലെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താണ്? അവിടുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ കാന ഇദാ മർറ ബിആയത്തി റഹ്മത്തിൻ സഅല വഇദാ മർറ ബിആയത്തി അദാബിൻ തഅവ്വദ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവിടുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാരുണ്യത്തിന്റെ ആയത്തുകൾ വന്നു കടന്നാൽ, അള്ളാഹുവിന്റെ കാരുണ്യം പറയുന്ന, സ്വർഗം പറയുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ റഅഫത്തും അവന്റെ വാത്സല്യവും അവന്റെ അഫുവും അവന്റെ മഗ്ഫിറത്തും ഒക്കെ പറയുന്ന നല്ല നല്ല ആ രൂപത്തിലുള്ള ആയത്തുകളിലൂടെ പാരായണം കടന്നുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഓത്ത് നിർത്തിവെച്ചിട്ട് അള്ളാഹുവിനോട് ആ റഹ്മത്തിനെ ചോദിക്കും. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരണേ, നീ എന്നോട് റഹ്മത്ത് ചെയ്യണേ. സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ നീ എനിക്ക് സ്വർഗം തരണേ. അതുപോലെ തന്നെ മരണത്തിന്റെ കാര്യം പറയുമ്പോൾ മരണവേദനയിൽ നിന്ന് രക്ഷ നൽകണേ, ഈമാനോടെ മരിപ്പിക്കണേ, ഖബർ പരലോകത്ത് എനിക്ക് സമാധാനം തരണേ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റഹ്മത്ത് വരുമ്പോ വൈദാ മർറ ബിആയത്തി അദാബിൻ, ശിക്ഷയുടെ ആയത്തിലൂടെ കടന്നുപോയാൽ തഅവ്വദാവിടുന്ന് പാരായണം നിർത്തിയിട്ട് അല്ലാഹുവിനോട് കാവല് ചോദിക്കാറുണ്ടായിരുന്നു. നരകത്തിന്റെ ഭീതിയും അവിടുത്തെ പ്രയാസങ്ങളും പരലോകത്തുള്ള വിഷമങ്ങളും വിചാരണയുടെ കടുപ്പങ്ങളും നരകീയ യാതനകളും അവിടെയുള്ള ഭീകരമായ രംഗങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോ അതിൽ നിന്ന് കാവല് ചോദിച്ചിട്ടല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് തുടരാറില്ല. ആ ഒരു സുന്നത്ത്, ആ ഒരു മാതൃക, പ്രിയമുള്ളവരെ, നമുക്കത് നടപ്പിൽ വരുത്തണമെങ്കിൽ നമുക്കെല്ലാം തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. അതറിഞ്ഞാലല്ലേ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
ഇപ്പോൾ അള്ളാന്റെ റഹ്മത്തിനെ പറ്റി പറയുന്ന ആയത്താ ഞാൻ ഓതിയത് എന്ന് എനിക്ക് മനസ്സിലായാലേ എനിക്ക് അള്ളാഹുവേ ആ കാരുണ്യം നീ എനിക്ക് ചൊരിയണേ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പാരായണം ചെയ്ത ഭാഗം നരകീയ യാതനകളെ പറ്റി, അള്ളാന്റെ ശിക്ഷകളെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് എന്നെനിക്ക് മനസ്സിലായാലല്ലേ ആ ഓത്തിന്റെ ഘട്ടത്തിൽ എനിക്ക് ആ ശിക്ഷകളിൽ നിന്ന്, ആ അദാബിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ കഴിയുകയുള്ളൂ. അതിലാർക്കും തർക്കമില്ല. എങ്കിൽ പിന്നെ നമുക്കൊക്കെ നമ്മളാരും ഇനി മനസ്സിലാക്കേണ്ടതില്ല എന്ത് ഖുർആൻ പഠിക്കണോ പഠിക്കണ്ടേ, അർത്ഥം അറിയണോ അറിയണ്ടേനൊന്നും. ഒരുപാട് അവസരങ്ങളും വേദികളും നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടിയിട്ട് എന്റെ ഈ ഖുതുബ ശ്രവിക്കുന്ന, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ഒന്ന് സ്വന്തത്തോട് ചോദിക്കും, ഞാൻ എവിടെ പോയിട്ട് ഖുർആൻ പഠിക്കുന്നയാളാ? ഞാൻ എവിടുന്നാ ഖുർആനിന്റെ ഓത്ത് പഠിക്കുന്നത്? ഞാൻ എവിടുന്നാ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നത്? ഞാൻ ഖുർആനിന്റെ ആശയം ഗ്രഹിക്കുന്നുണ്ടോ? ഒന്ന് സ്വന്തത്തോട് ചോദിക്കൂ. സ്വന്തത്തോട് ചോദിക്കൂ. ആരെയും കുറ്റപ്പെടുത്തണ്ട. അവനവനോട് ചോദിക്കൂ. ഇതെപ്പോഴാ മരണം? എവിടെ വെച്ചാ മരണം? ഏത് സമയത്തായി ലോകത്തോട് വിട പറയുന്നത്? അള്ളാഹുവിന്റെ കിതാബിനോട് കൂടെ പുലർത്തുന്നതിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഖബറിൽ ചോദ്യല്ലേ? ആ ചോദിക്കുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിന്റെ റസൂലാണിത്, ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, ഞങ്ങൾക്ക് സന്മാർഗം കൊണ്ടുവന്ന നേതാവാണിത്, ഞങ്ങൾക്ക് ഹുദ പഠിപ്പിച്ച നേതാവാണിത്, ഞങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഓതിത്തന്ന നേതാവാണിത്, ഞങ്ങൾക്ക് ആയത്തുകൾ പഠിപ്പിച്ചിരുന്ന നേതാവാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മറുപടി പറയാൻ ഖബറിൽ സാധിക്കണമെങ്കിൽ അതിവിടെ വെച്ചതിനോട് കൂടെ പുലർത്തിയവൻ അല്ലാതെ ഖബറിൽ മിണ്ടാൻ സാധ്യമല്ല. വളരെ കൃത്യമാണത്. അതിലാരും സംശയിക്കണ്ട. ഞാനും നിങ്ങളും ഒന്നും സംശയിക്കണ്ട. തിരക്കുകളും എല്ലാ രൂപത്തിലുള്ള ശുഗലുകളും എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളുമൊക്കെ ഈ ലോകത്ത് വെച്ച് തീരും. ഈ ലോകത്ത് വെച്ച് തീരും. കഠിനമായ ചൂടുള്ള നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവസരത്തിലാണ് മനുഷ്യൻ പറഞ്ഞു പോകാറുള്ളത്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സർനാ വസമിഅനാ, നിങ്ങൾ കണ്ടു കേട്ടു, ഇപ്പൊ ബോധ്യമായി റബ്ബേ, ഒന്ന് മടക്കി പറഞ്ഞയച്ചു തരുമോ? ഫർജിഅനാ, ഒന്ന് മടക്കാമോ? ഞങ്ങൾ ഈ കണ്ടതും കേട്ടതൊക്കെ വാസ്തവമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമാണ്. നരകമുണ്ടെന്ന് ഉറപ്പിച്ചു, ശിക്ഷയുണ്ടെന്ന് ഉറപ്പിച്ചു. അല്ലാ, ഒരു മടക്കം തന്ന ഞാനൊന്ന് പഠിച്ചു വരാം ഖുർആൻ, ഞാൻ ഹദീസ് പഠിക്കാം, ഞാൻ അതനുസരിച്ച് ജീവിച്ചോളാം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്കും രക്ഷയുണ്ടാവുകയില്ല. സഹോദരങ്ങളെ, അത് വളരെ കാര്യഗൗരവത്തോടുകൂടെ നമ്മൾ എടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗൂ അന്നീ വലൗ ആയത്തൻ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കൂ, ഒരായത്തെങ്കിലും നിങ്ങൾ പഠിക്കൂ, അത് എത്തിച്ചു കൊടുക്കൂ. ഇസ്ലാം പറയാണ്, ആ ഒരു ഇബാദത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ വചനങ്ങൾ കേട്ട്, വിശുദ്ധ ഗ്രന്ഥം കേട്ട്, അതിന്റെ വ്യാഖ്യാനം കേട്ട്, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് അതെത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ മുഖം ശോഭയുള്ളതാക്കി തീർക്കുമാറാകട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു പോയിട്ടുണ്ട്, മുമ്പേ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് നേടിയെടുക്കാൻ ഭൗതികമായ ലോകത്ത് എന്ത് നേടുന്നതിനേക്കാളും വലിയ അനുഗ്രഹമായിക്കൊണ്ട് ഒരിക്കൽ സഹാബിമാര് പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? മദീനയിൽ നിന്ന് കുറച്ചപ്പുറത്തുള്ള അഖീഖ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ വേറെ റിപ്പോർട്ടിലുള്ളത് ബുത്ഹാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് 2 നല്ല തടിച്ച പൂഞ്ഞയുള്ള 2 നല്ല ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അവൻ അതിന് തയ്യാറാകുമോ, ഇഷ്ടപ്പെടുമോ? ഒരു മാർക്കറ്റ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, അഖീഖ് അതല്ലെങ്കിൽ ബുത്ഹാൻ, രണ്ടും ഹദീസിൽ കാണാം. ആ 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കൽ, അവിടെ പോയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 2 നല്ല മികച്ച ഒട്ടകങ്ങളെ ആരുടെ മുതലും കട്ടെടുക്കാതെ, ഒരു തിന്മയും ചെയ്യാതെ, ഒരു കലാപവും കൂട്ടാതെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 2 ഒട്ടകങ്ങളെ കിട്ടും എന്ന് വന്നാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഫഖുൽനാ, സഹാബത്ത് പറയാണ്, ഞങ്ങളൊക്കെ പറഞ്ഞു. ഫഖുൽനാ കുല്ലുനാ, ഞങ്ങളൊക്കെ പറഞ്ഞു. എന്ത്? യാ റസൂലല്ലാഹ്, കുല്ലുനാ യാ റസൂലല്ലാഹ് നുഹിബ്ബു ദാലിക്,
അള്ളാന്റെ റസൂലെ അത് ആർക്കാ ഇഷ്ടമല്ലാതിരിക്കുക? ഞങ്ങൾക്കൊക്കെ അത് നല്ല ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്കിൽ أفلا يغدو أحدكم إلى المسجد فيتعلم آيتين من كتاب الله عز وجل خير له من ناقتين وثلاث خير له من ثلاث وأربع خير له من أربع ومن عدادهن من الإبل. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ട് അള്ളാന്റെ കിതാബിൽ നിന്ന് 2 ആയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? 2 ഒട്ടകത്തേക്കാണ് ഹൈറാണ്. ഇപ്പൊ നിങ്ങൾക്ക് വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചാടി ഭയങ്കര ആവേശത്തിൽ പറഞ്ഞില്ലേ, ആർക്കാ അത് ഇഷ്ടമല്ലാതിരിക്കുക? 2 ആയത്ത് പഠിച്ചാൽ 2 ഒട്ടകത്തേക്കാൾ ഹൈറാണ്. വസലാസുൻ 3 പഠിച്ചാൽ ഖൈറുൻ ലഹു മിൻ സലാസ് 3 ഒട്ടകത്തേക്കാൾ ഖൈറാണത്. വഅർബഉൻ ഖൈറുൻ ലഹു മിൻ അർബഇൻ 4 ആയത്ത് പഠിച്ചാൽ 4 ഒട്ടകത്തേക്കാൾ ഖൈറാണത്. വമിൻ അദാദിഹിന്ന മിനൽ ഇബിൽ പിന്നെ എണ്ണത്തിനനുസരിച്ച് ഒട്ടകത്തിന്റെ എണ്ണവും പറഞ്ഞു. ഇത്രത്തോളം വലിയ ഭൗതികമായ ലോകത്ത് ആർക്കാ അത്ര കിട്ടുക? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഭൗതികമായ ലോകത്തിലെ വിഭവങ്ങൾക്ക് വേണ്ടി ഓടിപ്പായുന്ന മനുഷ്യരെ, അക്കാരണത്താൽ ഇസ്ലാമികമായ കാര്യങ്ങളെ മറന്നുപോകുന്ന ആളുകളെ, വിശുദ്ധമായ ഗ്രന്ഥത്തിൽ നിന്ന് ഒരായത്തെങ്കിലും പഠിക്കുകയും അർത്ഥം ഉൾക്കൊള്ളുകയും ആശയം ഉൾക്കൊള്ളുകയും ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ആളുകളെ, അല്ലാഹു ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ ആളുകളോടും പറയുകയാണ്, നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നേടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളെക്കാളുമൊക്കെ ഹൈറാണ് നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് 2 ആയത്ത് 3 ആയത്ത് 4 ആയത്തെങ്കിലും പഠിക്കുന്നത്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പഠിക്കുവാനുള്ള ആവേശം, മനസ്സിലാക്കുവാനുള്ള ആവേശം എന്തിനു വേണ്ടി? നമ്മുടെ ഖബറിൽ വെളിച്ചമുണ്ടാകാൻ, നമ്മുടെ ഖബറിൽ പ്രകാശമുണ്ടാകാൻ, പരലോകത്ത് പ്രകാശമില്ലാതെ തപ്പിത്തടഞ്ഞ് കഷ്ടപ്പെടുന്ന ആളുകളെ പോലെ ആവാതിരിക്കാൻ, സിറാത്ത് പാലത്തിലൂടെ അതിവേഗം മുന്നോട്ട് പോകാൻ, അവിടെ വെളിച്ചം കിട്ടാൻ, തപ്പിത്തടഞ്ഞ് കൊളുത്തി വലിക്കപ്പെടുന്ന നരകാഗ്നിയിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടാതിരിക്കാൻ വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം നമ്മുടെ ഖൽബുകളിൽ ഉണ്ടായിരിക്കണം. ആ മാർഗത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഖലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും അറിവ് നേടുവാനുള്ള മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പാത അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നിടത്ത്, അത് പഠിപ്പിക്കുന്നിടത്ത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭവനം അല്ലാഹുവിന്റെ ഭവനം, ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന, അവിടെ ശാന്തി ഇറങ്ങാതിരിക്കുകയില്ല. വഗശിയതുഹുമുർ റഹ്മത്തു, അവിടെ കൂടിയവരെ മുഴുവനും അല്ലാഹുവിന്റെ കാരുണ്യം പൊതിയാതിരിക്കുകയില്ല. വഹഫത്തുഹുമുൽ മലായികത്തു, മലക്കുകൾ അവരെ ആവരണം ചെയ്യാതിരിക്കുകയുമില്ല. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹു അവന്റെ അടുക്കലുള്ള ഉന്നത സഭയിൽ അവിടെ ഹാജരായ ആളുകളെ കുറിച്ച് പരാമർശിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എത്രയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിൽ അവരായത്തോതിയിട്ട് അത് വിശദീകരിക്കുന്ന സദസ്സുകൾക്കുള്ള പുണ്യം, എത്രയാണ് അത് പറഞ്ഞാൽ തീരൂല. ഏറ്റവും വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കൈകളിലുള്ള വിശുദ്ധമായ ഗ്രന്ഥത്തോട് യഹൂദികളും നസറാനികളും കാണിച്ച വിമുഖത കാണിക്കാതെ അതിനോട് ബഹുമാനവും കൂറും ആദരവും പുലർത്തിക്കൊണ്ട്, റബ്ബേ നീ എനിക്ക് അല്പമെങ്കിലും അതിൽ നിന്നുള്ള നൂറ് നീ എനിക്ക് തരണേ എന്ന പ്രാർത്ഥനയോടെ അത്തരത്തിലുള്ള വേദികളിൽ വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളും അതിന്റെ പ്രചാരകരും പ്രബോധകരുമായിക്കൊണ്ട് നാം ജീവിക്കുക. സർവശക്തനായ നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഗ്രന്ഥത്തോടുള്ള നമ്മുടെ കടമകളാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിലേറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് അൽ അമലു ബിഹി, ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന്.
ശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ ഹുദയെ സംബന്ധിച്ചെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യശ്ഖാ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ അവര് പിഴക്കൂല, അവര് ഭാഗ്യം കെട്ടവരായി പരാജയപ്പെടുകയില്ല എന്നാണ് അള്ളാഹു ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധമായ ഗ്രന്ഥം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യലാണ് ഏറ്റവും വലിയ പുണ്യമുള്ള സംഗതി. സഹാബിമാരുടെ ശീലം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ കേവലം മനഃപ്പാഠമാക്കി വെക്കലല്ലായിരുന്നു സഹാബത്തിന്റെ ശീലം. അന്നഹും കാനൂ ഇദാ തഅല്ലമൂ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 ആയാത്തിൻ ലം യുജാവിസുഹാ ഹത്താ യഅലമൂ മാ ഫീഹാ മിനൽ ഇൽമി വൽ അമൽ ഖാലൂ ഫഅലിംനൽ ഇൽമ വൽ അമൽ. അന്നഹും കാനൂ സഹാബിമാരായിരുന്നു ഇദാ തഅല്ലമൂ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അവർ പഠിച്ചു കഴിഞ്ഞാൽ 10 ആയാത്ത് 10 ആയത്ത് പഠിച്ചാൽ ലം യുജാവിസുഹാ അതിലപ്പുറത്തേക്ക് അവർ പോകൂല. ഹത്താ യഅലമൂ മാ ഫീഹാ മിനൽ ഇൽമി വൽ അമൽ, ആ പഠിച്ച 10 ആയത്തിൽ എന്തൊക്കെ അറിവുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ അമൽ ചെയ്യാനുണ്ട്, അതങ്ങോട്ട് ചെയ്തും പഠിച്ചിട്ടും അല്ലാതെ അപ്പുറത്തേക്കാൻ പോകൂല. ഒരുപാട് ഹിഫ്ളാക്കുന്നതിനേക്കാൾ അപ്പുറം ഉള്ള ഹിഫ്ളും ആ ഹിഫ്ള് പരിപൂർണമായി ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചാൽ വളരെ പുണ്യമുള്ള സംഗതി. ഒരാൾക്ക് എത്രയാണോ ഹിഫ്ളാക്കാൻ കഴിയുക അത്രയും ഹിഫ്ളാക്കുക. ഹിഫ്ളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറും ഹാഫിളായാൽ പോരാ, വെറും ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ പോരാ, അതിൽ പറഞ്ഞ ആശയങ്ങളെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. സ്വഹാബത്ത് അങ്ങനെയാണ് മുന്നോട്ട് പോയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം കൂടി പറഞ്ഞ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ളതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുന്ന് പറഞ്ഞു, തഅഹദു ഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനിനെങ്ങനെ വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കണം, വളരെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓരോന്നും എപ്പോഴും മുറാജ അഥവാ അതിങ്ങനെ പാഠം നോക്കിക്കൊണ്ടേയിരിക്കണം. ഫവല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലഹുവ അശദ്ദു തഫല്ലുതാ, അത് പെട്ടെന്ന് കൂടുവിട്ടു പോകുന്നതിൽ കഠിന സ്വഭാവമുള്ളതാണ്. മിനൽ ഇബിലി ഫീ ഉഖുലിഹാ, ഒട്ടകത്തെ നിങ്ങളൊരു കുറ്റിയിൽ കെട്ടിവെച്ചാൽ ആ കെട്ടിയിട്ട ഒട്ടകം കെട്ടുപൊട്ടിച്ച് കുതറിപ്പോടാൻ നോക്കുന്നത് പോലെ നിങ്ങളുടെ കൽബിലുള്ള ഖുർആൻ ഇങ്ങനെ പെട്ടെന്ന് കൽബിൽ നിന്ന് കുതറിച്ചാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കെട്ടുഭദ്രമാക്കണം. എന്താണ് ആ പറഞ്ഞത്? വല്ലാത്തൊരു ഉപമ. ഒട്ടകത്തെ കെട്ടിട്ടൊരു കുറ്റിന്ന് അതിങ്ങനെ ഓരോ സ്പീഡിൽ തുള്ളുമ്പോഴും കെട്ടിങ്ങനെ ലൂസാവുകയാണ്. അതിന്റെ ഉടമ വന്നിട്ട് ആ കെട്ട് ഭദ്രമാക്കുന്നില്ലെങ്കിൽ ഒരു പലേ തവണ ഈ ഒട്ടകം ഇങ്ങനെ ചലിച്ച് തുള്ളിക്കൊണ്ടിരിക്കുമ്പോ കെട്ടഴിഞ്ഞ് ഒട്ടകത്തിന്റെ പാട്ടിലാണ് പോകും. ഉടമക്ക് പിന്നെ ഒട്ടകം ഉണ്ടാവില്ല. ഇതിനോടാ ഉപമിച്ചത് മനുഷ്യന്റെ മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുള്ള ഖുർആൻ. ആ ഖുർആനിന്റെ കെട്ടിങ്ങനെ ഇടക്ക് മുറുക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഒരു സൂറത്ത് പഠിച്ചാൽ അത് മറന്നുപോയിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധന നടത്തണം. അല്ലെങ്കിൽ അത് പെട്ടെന്നാണ് മറക്കും, പെട്ടെന്നത് കുതറിച്ചാടിപ്പോവും കൽബിൽ നിന്ന്. അത് വളരെ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ കടമകൾ തെറ്റുകൂടാതെ പാരായണം, അർത്ഥം ഗ്രഹിക്കൽ, ആശയം ഗ്രഹിക്കൽ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കൽ, അതോടൊപ്പം അതിൽ നിന്ന് കഴിയാവുന്നത്ര മനഃപ്പാഠമാക്കൽ, മനഃപ്പാഠമാക്കിയത് മനഃപ്പാഠത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ അത് പാഠം പരിശോധിച്ച് പുതുക്കി നോക്കിക്കൊണ്ടിരിക്കൽ, ഇവയൊക്കെയും നിലനിർത്തിപ്പോയാൽ മരണസമയം നന്നാകും, ഖബർ നന്നാകും, മഹ്ശർ നന്നാകും, വിചാരണ എളുപ്പമാകും, നരകത്തിയിൽ നിന്ന് മോചനം കിട്ടും, സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭ്യമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് കൂറുപുലർത്തുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ദിവസമെങ്കിലും അതിനോട് പാരായണം ചെയ്യാതെ വിമുഖത കാണിക്കുന്ന, ഖുർആനിനെ അവഗണിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.